ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നലെ പൂർണ്ണ ചന്ദ്രഗ്രഹണം ആയിരുന്നു. നമ്മുടെ അവിടെ വിസിബിൾ ആയിരുന്നില്ല, പക്ഷേ പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരുന്നു. വിർഗോ സോഡിയാക് സൈനിലാണ് ആയിരുന്നത്. ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം, ഈ ചന്ദ്രഗ്രഹണങ്ങൾ അല്ലെങ്കിൽ ഗ്രഹണങ്ങൾ പൊതുവെ, അതുപോലെ തന്നെ പൗർണമി, അമാവാസി, ഇതിൻ്റെയൊക്കെ എനർജി വളരെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഗ്രഹണം സംഭവിക്കുമ്പോൾ എനർജിയുടെ ആ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ഇൻറ്റൻസീവായിട്ടുള്ള വളരെ ശക്തമായ മാറ്റങ്ങൾ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ചിലപ്പോൾ ഒരു പരിധിവരെ പിടിച്ചുലയ്ക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ഈ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ജീവിതത്തെ ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സത്യങ്ങൾ നിങ്ങളിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരിക, ചില വ്യക്തികളുടെ എന്താ പറയുക ഒരു ശരിയായ ഇൻറ്റൻഷൻ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ കാണുക, അങ്ങനെ നിങ്ങൾക്ക് വളരെയധികം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള പല അനുഭവങ്ങളുണ്ടാകാം. അത് ഈ ഒരു ചന്ദ്രഗ്രഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാം. തംബ്നെയിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഇവിടെ 3 കാർഡുകളുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഒന്നില്ലെങ്കിൽ ഈ കാർഡ്സ് നോക്കിയിട്ട്, അല്ലെങ്കിൽ തംബ്നെയിലുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സന്ദേശങ്ങളും ഗൈഡൻസസും നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഹലോ ഗ്രൂപ്പ് 1. അപ്പം നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊക്കെ തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെ എന്താ പറയണ്ടേ ഇൻറ്റൻസീവ് ആയിട്ടുള്ള എനർജീസാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് ഉള്ള ഒരാളാണ്, ഒരു സൈഡ് ഹസിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ആ സൈഡ് ഹസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ തന്നെ ഒരു നേട്ടം, ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലിയൊരു നേട്ടമാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ ഉയർച്ച ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതുണ്ടാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു നേട്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരു വിജയത്തിലൂടെ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ എന്തായാലും ആഘോഷിക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു നേട്ടം, ഒരു വിജയമായിട്ട് കാണുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഈ ഒരു വിജയത്തിന് അല്ലെങ്കിൽ നേട്ടത്തിന് നിങ്ങളുടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന, ഓക്കെ, അത്രയും മനസ്സുകൊണ്ട് അത്രയും സന്തോഷിക്കുന്ന ഒരു നേട്ടം, ഒരു സക്സസ് ആണ് ഈ കാണുന്നത്. മാത്രമല്ല ഇതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ലഭിച്ചു എന്ന ഒരു എന്താ പറയുക നിർവൃതി നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ അത്രയും കഷ്ടപ്പെട്ടാലും എനിക്ക് അതിനുള്ള ഫലം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിലാണ് എനിക്ക് ഫലം ലഭിച്ചത് എന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തി നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ ഒരു എന്താ പറയണ്ട ഇൻറ്റൻസ് എനർജി എന്ന് പറയുന്നത് ഈ ഒരു നേട്ടം കൊണ്ടുവരുന്ന മാറ്റം ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും കൊണ്ടുവരുന്ന മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വലുതാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഗ്രൂപ്പ് 1-ൻ്റെ ജീവിതത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതുപോലെ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ജേണിയാണ് പിന്നെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്നു നിങ്ങളുടെ ആ സെൽഫ് ലവ് ജേണിയിൽ. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാനും
ഒരു മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിതത്തിൽ ആ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ കണ്ടെത്താനും ഒക്കെ ആയിട്ട് നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ജേണിയിൽ ആയിരിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നല്ലോണം എഫേർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സെൽഫ് ലവ് ജേണിയിലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജീസോ അല്ലെങ്കിൽ ആ ഒരു കോ ഡിപ്പെൻഡൻസി ഇഷ്യൂ ഒന്നും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ലൂണാർ എക്ലിപ്സ്, അതായത് ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ അവസ്ഥകളിലാണോ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ ഒരു കൂട്ടില്ല എന്നൊരു തോന്നലുണ്ടായ ഒരു കോഡിപ്പെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ആ കോഡിപ്പെൻഡൻസി ട്രിഗേർഡ് ആയിട്ടുള്ളത്, അതിന് സമാനമായൊരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, ആ സമാനമായ അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് ഇവിടെ എനിക്കൊരാളുടെ കൂട്ടിന്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് അവിടെ ശക്തമായി തോന്നും ആരെങ്കിലും എന്നെ സഹായിച്ചെങ്കിൽ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ എന്ന് തോന്നുന്ന പോലത്തെ ഒരു അനുഭവമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളവിടെ ആ ഒരു തോന്നൽ വന്നാലും നിങ്ങൾ അതിലേക്ക് ആ ഒരു ഇതിലേക്ക് ആയി പോകരുത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് അങ്ങനെ ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണിത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഈ പറഞ്ഞ ഒരു തോന്നൽ, ആ കോ ഡിപ്പെൻഡൻസി ട്രിഗേർഡ് ആകുമ്പോൾ അതിലേക്ക് നിങ്ങൾ ആയിപ്പോയാൽ നിങ്ങൾ ഈ ചെയ്ത ഹീലിംഗ് വർക്കൊക്കെ അത് ഒന്നിലും അത് എഫക്റ്റ് ആയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണായിരിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു കോ ഡിപ്പെൻഡൻസി മുഴുവനായി നിങ്ങളിൽ നിന്ന് പോയിട്ടില്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു കാര്യം കൂടിയായിരിക്കും ഈ ഒരു അനുഭവം. ഓക്കെ, അപ്പോൾ അത് കാണിച്ചു തരുന്നത് എന്തിനാണ്? അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൽ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ആ കോ ഡിപ്പെൻഡൻസിയുടെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യാം. പൂർണ്ണ ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ഗ്രൂപ്പ് 1ന്റെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡിപ്പെൻഡൻസി ഇഷ്യൂ ട്രിഗേർഡ് ആകുമ്പോൾ അവിടെ ഹീലിങ്ങിനാണ് ഈ സമയം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ സ്വയം പഴിക്കാനും നിൽക്കരുത്. ഞാൻ അത്രയും എഫേർട്ട് എടുത്തത് വെറുതെ ആയില്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഇനിയും ചെറുതായി അവശേഷിക്കുന്നു. അത് അവശേഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചു തരികയാണ് യൂണിവേഴ്സ്. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സോൾമേറ്റിന്റെ അറൈവൽ, അതിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു കോഡിപ്പെൻഡൻസി നിങ്ങളിൽ അവശേഷിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു കോഡിപ്പെൻഡൻസി ഇഷ്യൂ കൊണ്ട് മാത്രം അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുണ്ടാകുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ ഒരു നിങ്ങൾ ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിലായാൽ തന്നെ ഓൾറെഡി ആയിരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ തന്നെ അതിലും ഈ കോഡിപ്പെൻഡൻസി മൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ ഒഴിവാക്കുന്നതിനാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ആ കോഡിപ്പെൻഡൻസി ഇപ്പോഴും ഉണ്ട്, അത് മുഴുവനായിട്ട് ഹീലായിട്ടില്ല. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക, ഹീൽ ചെയ്യുക. അതുപോലെ ആളുകളുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി എപ്പോഴും കീപ്പ് ചെയ്യുക. ഒരു പരിധി വിട്ട ആളുകൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അത് അവരുടെ അഭിപ്രായമാണ്, അവരുടെ ചിന്തയാണ് എന്നെപ്പോഴും ഫോക്കസ് ചെയ്യുക. ഓക്കെ, അവരത്രേ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു എനർജി അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് അവർ പറയുന്നതൊന്നും നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, പൂർണ്ണ ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിനെ എഫക്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ അതുപോലെ തന്നെ കരിയർ, നിങ്ങളുടെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇനി കാണുന്നത്. സാമ്പത്തികമായിട്ട് കൂടുതൽ ഭദ്രത നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങളെ വളരെയധികം അതിശയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ആഗ്രഹം, ഓക്കെ, ചിലപ്പോൾ രണ്ടിലും കരിയറിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും വന്നു ഇല്ലേ, അത് ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വളരെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. നിങ്ങൾക്ക് ആ ജോലി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹവും അതുവഴി നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് നിങ്ങളെ ടോട്ടലി നിങ്ങളെ സർപ്രൈസ് ചെയ്യും. നിങ്ങൾ വളരെയധികം അതിശയിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. അത് കുറച്ചൊന്ന് നിങ്ങൾക്കൊരു എന്താ പറയുക ഷോക്ക് പോലെ ആകുമെങ്കിലും നിങ്ങളെ സംബന്ധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, കൂടുതൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ആ ഒരു
ഭദ്രത, സാമ്പത്തികമായിട്ടൊരു സെക്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, കരിയറിലാണെങ്കിലും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക, ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ കരിയറിൽ കിട്ടുക, ഗ്രോത്ത് നിങ്ങളുടെ കരിയറിൽ കിട്ടുക. ഓക്കെ, അതാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് സംഭവിക്കുന്നത് വളരെ ഒരു സർപ്രൈസിങ് ആയിട്ട്, ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എന്ന് കാണുന്നു. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ. ഓക്കെ, ഈ ഒരു വിഷ് ഫുൾഫിൽമെന്റ് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫൈനാൻസിലും ഉണ്ടാകുന്ന ഈ ഒരു ആഗ്രഹ സബലീകരണത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. കൂടുതൽ സ്റ്റെബിലിറ്റി, കൂടുതൽ സെക്യൂരിറ്റി, ഓക്കെ, ഫൈനാൻഷ്യലി ഒരു അപ്ഗ്രേഡ്, കാര്യമായ അപ്ഗ്രേഡ്. അത് കാലാകാലത്തേക്കുള്ളതാണ്, അല്ലാതെ കുറച്ച് നാളത്തേക്ക് വന്നു പോകുന്ന ഒരു കാര്യമല്ല. ഇനി ഈ പുതിയ റിയാലിറ്റി, അതായത് ഇപ്പം ഉണ്ടാക്കുന്ന ഒരു സാമ്പത്തിക അപ്ഗ്രേഡും കരിയറിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡും അതാണ് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം. ഓക്കെ, അതുവരെ ഉണ്ടായിരുന്നതല്ല. നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ, ഓക്കെ, നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളർച്ച ഉണ്ടാകുന്നു, നിങ്ങളുടെ കരിയറിൽ വളർച്ച ഉണ്ടാകുന്നു, നിങ്ങളുടെ ആ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ കൃത്യമായി നോട്ട് ചെയ്യുന്നു, അതിന് തക്ക ആ ഒരു അക്നോളജ്മെന്റ്, അത് റെക്കഗ്നൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന ആ ഒരു റെക്കഗ്നിഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിന്ന് ലഭിക്കുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ജോലി കിട്ടുന്നു. ആ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനാണ് കിട്ടുന്നത്. അതിലൂടെ അത് നിങ്ങൾ അർഹിക്കുന്ന ഒരു പൊസിഷനാണ് കിട്ടുന്നത്. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരികയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ഓക്കെ, നിങ്ങൾ കാത്തിരുന്നിട്ടുള്ള ഒരു മാറ്റം, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു ബാലൻസും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കുറെ നാളായിട്ട് കാത്തിരിക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് അത് സംഭവിക്കുന്നത്. അഗെയിൻ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് അതിശയിച്ചു പോകുന്ന രീതിയിലായിരിക്കും. ഓക്കെ, കൂടുതൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജി, ഒരു ബാലൻസ്. അപ്പൊ ആ ഒരു ചാലഞ്ചസും ഒക്കെ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഈ ഒരു ഷിഫ്റ്റ് കേട്ടോ. നിങ്ങൾ ഈ ചാലഞ്ചിങ് ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കൽ പെട്ടെന്നാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആ മാറ്റം നിങ്ങൾ അതിശയിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് അതിശയിപ്പിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തളർന്നു പോയിട്ടില്ല. നിങ്ങൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും നിങ്ങൾ തളർന്നിട്ടില്ല. നിങ്ങളത് കാലതാമസം നേരിടുമ്പോഴും നിങ്ങൾക്കൊരു ഒരു നിരാശ ഉണ്ടായിട്ടില്ല. ഓക്കെ, അത് ഉണ്ടായാൽ തന്നെ നിങ്ങൾ അതിൽ തന്നെ എന്നാലും നടന്നില്ലല്ലോ എന്ന് വെച്ച് ആ നിരാശാഭാവത്തിൽ തന്നെ ഇരിക്കുകയല്ല. നിങ്ങൾ കുറച്ച് നാൾ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവറായി വീണ്ടും പരിശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിനും നിങ്ങളുടെ ഡെഡിക്കേഷനും യൂണിവേഴ്സ് നൽകുന്ന റിവാർഡാണിത്. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഞങ്ങൾക്ക് മിന്നൽ വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ ഒന്നും അലയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നിങ്ങളുടെ ലൈഫ് ഏകദേശം ഒരു ന്യൂട്രലായിട്ട് പ്രത്യേകമായിട്ട് ഒരു മാറ്റമൊന്നും ഇല്ലാതെ പോകുന്നതിലാണ് പെട്ടെന്നൊരു മാറ്റം. ഓക്കെ, അതും നല്ല രീതിയിലുള്ള മാറ്റമാണെങ്കിൽ പോലും പെട്ടെന്ന് ആകെ കാര്യങ്ങൾ മാറി മറിയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അസ്വസ്ഥമാക്കുക എന്നല്ല പറയാ, ഓവർവെൽംഡ് ആക്കുക. ഓക്കെ, ഇതൊക്കെ എല്ലാം കൂടെ പെട്ടെന്നൊന്നുമില്ല, ഞാൻ ഇതിനൊക്കെ റെഡിയാണോ, അങ്ങനത്തെ ഒരു ചിന്തകൾ വരിക. ഓക്കെ, സന്തോഷം കൊണ്ട് തന്നെയാണ്, പക്ഷെ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകും. നിങ്ങളൊരു കംപ്ലീറ്റ്ലി റെഡിയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെടുത്ത ഹാർഡ് വർക്കിൻ്റെയും നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിനും മനോധൈര്യത്തിനും ഒക്കെ യൂണിവേഴ്സ് തരുന്ന റിവാർഡാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് കുറച്ച് നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അതിനെ ഡിലേ കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ എനർജിയിലാണ് ഈ കാര്യവും സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കും, പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞു പോയ ചില എനർജീസിൻ്റെ ചില വ്യക്തികളൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് കൊണ്ടുവരാണ്.
അവിടെ നിന്ന് ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് കൊണ്ടുവരുന്നതോടുകൂടെ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് സംഭവിക്കുകയാണ്. ഓക്കെ, ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്കൊരു സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു ഇമോഷൻസൊക്കെ ഒന്ന് ഇൻറ്റൻസിൽ വന്നിട്ട്, അതായത് ആ ഒരു വേദന ഉണ്ടാക്കിയ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വല്ലാതെ ഓർമ്മ വരിക, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല സങ്കടം ഉണ്ടാക്കുന്ന ഓർമ്മകൾ അതിൻ്റെ ഒരു എനർജി വളരെ ഹൈയിലേക്ക് ഒന്ന് പോകുന്ന ഒരു സമയം ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത സങ്കടങ്ങൾ വരും, നിങ്ങൾ പെട്ടെന്ന് ട്രിഗേർഡ് ആവുക, ദേഷ്യം വരിക, അസ്വസ്ഥമായിട്ടിരിക്കുക, ഉറങ്ങാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് അത് സ്വിച്ച് ഇട്ട പോലെ അതിലൊരു മാറ്റം, നിങ്ങൾ വല്ലാതെ ഡിറ്റാച്ച്ഡ് ആവും. ഓക്കെ, ഈ ഒരു ടവർ മൊമെന്റ് നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ പുറത്ത് നിങ്ങൾക്ക് കാര്യമായിട്ടൊരു മാറ്റമൊന്നും കാണാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് പെട്ടെന്നാണ് നിങ്ങൾ ആ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച്, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ പോലെ സങ്കടം വരുന്നില്ല, നിങ്ങളത് നോട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് യാതൊരു വികാരമില്ല, നിങ്ങൾ അതിൽ നിന്ന് വല്ലാതെ ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്നു. ആ വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ അതിനൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു വെച്ചാൽ ആ വ്യക്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് അതിന് ഡിറ്റാച്ച്ഡ് ആയി നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ തിരിച്ചറിയും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് ആദ്യത്തെ എഫക്റ്റ്. അപ്പോൾ ആ ഒരു ടവർ മൊമെന്റ് നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുന്നത്തെ പോലെ ആശങ്കകളോ പേടികളോ ഒന്നുമല്ല, മറിച്ചൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മാറ്റമായിരിക്കും എന്ന് കാണുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് ഒരുപാട് അതിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ട്, അത് ഇതുവരെ നടന്നിട്ടില്ല, എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പരിശ്രമിച്ചത് അതുവരെ നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ടെൻഷനും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് ഇത് ഇപ്പം നടക്കും, ഇത് നടക്കുന്നതായിട്ടൊന്നും കാണാനില്ലല്ലോ, ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്യേണ്ടതുണ്ടോ, ഇനി എനിക്കത് കിട്ടാൻ യോഗമില്ലാണ്ടാണോ, ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും അനുഭവപ്പെടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സമയം. നിങ്ങൾ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ട്. ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കണം, ആ ലക്ഷ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചത്, അത് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും. അത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ നേടിയെടുക്കുന്ന ആ ഒരു കാര്യം. ഓക്കെ, കാരണം അത്രയും അത് നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അതിനായിട്ട് കാത്തിരുന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യം. അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സ് സൈൻ തരാണ്ടല്ല, യൂണിവേഴ്സ് കൃത്യമായി സൈൻ തരുന്നുണ്ട്. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാരണം നിങ്ങൾ ആ സയൻസിനെ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴാണ് സംഭവിച്ചത്, എന്തെങ്കിലും സംഭവിക്കാണ്ടായി, അങ്ങനത്തെ ഒരു ചിന്ത പെട്ടെന്ന് വരും. ഓക്കെ, കാരണം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുറേ സമയം എടുക്കും ഈ ഒരു കാര്യം നടക്കാനായിട്ട്, നടക്കുമോ ഇല്ലയോ എന്നറിയില്ല, അങ്ങനത്തെ ഒക്കെ ഒരു എനർജിയാണ്. അപ്പോഴാണ് ഈ ഒരു കാര്യം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കുന്നത്, അത് നിങ്ങളെ ഒരുപാട് സർപ്രൈസ്ഡ് ആക്കും എന്ന് കാണുന്നു. ഓക്കെ, ഇനി കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ. അത് പക്ഷെ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്ന, അതായത് ഡിവൈൻ പ്ലാൻ അനുസരിച്ച് നടക്കുന്ന ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്ന, ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരുന്ന ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു കരിയർ ആയിരിക്കാം, കരിയറിൽ ഒരു പുതിയ തുടക്കമായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് വളർച്ച ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്, ഈ പുതിയ തുടക്കത്തിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇത് ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത്, അതിൻ്റെ ശരിയായ സമയത്താണ് നടക്കുന്നത്. ഇത് പക്ഷേ ഒരു ലോങ് ടേം ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ. ഇത് ഈ ഒരു പുതിയ തുടക്കം എന്ത് തന്നെയാണെങ്കിലും അത് ലോങ് ടേമിലേക്കുള്ളതാണ്, കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ടുള്ളതല്ല, ലോങ് ടേമിലേക്കുള്ളതാണ് എന്ന് കാണുന്നു. ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാര്യമായൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു പുതിയ തുടക്കത്തിൽ സംഭവിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ,
അതിലൂടെ വളരെ ഇൻറ്റൻസ് ആണ് ഇതിൽ, കാരണം നമുക്ക് കിട്ടിക്കുന്നതൊക്കെ മേജർ കാർഡ്സ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പുതിയ തുടക്കം നിങ്ങളിൽ കാര്യമായി നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ്, സ്പിരിച്വൽ അപ്ഗ്രേഡ് നടക്കുന്നുണ്ട് ഈ ഒരു പുതിയ തുടക്കത്തിലൂടെ. ഓക്കെ, ആ ഒരു അധ്യായത്തിലേക്ക് എത്തുന്നതിന് ഭാഗമായിട്ട് നിങ്ങൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നു. നിങ്ങൾക്കൊരു ഡെത്ത് ആൻഡ് റീബർത്ത്, നിങ്ങൾക്ക് ശരിക്കും ഒരു പുനർജന്മം, അങ്ങനത്തെ ആ ലെവലിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത എല്ലാ എനർജീസിനെയും യൂണിവേഴ്സൽ ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാണ്. അങ്ങനെ ഒരു കംപ്ലീഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റേജ് എവിടെയാണോ, നിങ്ങളുടെ ആ ഒരു എനർജറ്റിക്കൽ ലെവൽ, എനർജി എന്താണോ അതെല്ലാം നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന, ഓക്കെ, ആ ഒരു കറണ്ട് റിയാലിറ്റിയും കംപ്ലീറ്റ്ലി അത് അവസാനിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. ഓക്കെ, ഇതൊരു പുതിയ തുടക്കമാണ്. ഡെഫിനറ്റ്ലി ഇതൊരു കാര്യമായിട്ടുള്ളൊരു മാറ്റമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വലിയ നേട്ടം ഉണ്ടാകുന്നുണ്ട്. ആ വലിയ നേട്ടം നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരുപാട് കൂട്ടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അർഹിക്കുന്ന ഒരു നേട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു നേട്ടം നിങ്ങൾക്കൊരു നീതി നടപ്പാക്കിയതിന് തുല്യമാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാത്തിരുന്ന ഒരു നീതി നടപ്പാക്കലാണ് നടക്കുന്നത് ഈ ഒരു നേട്ടത്തിലൂടെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവാണ് ഈ ഒരു നേട്ടം. ഓക്കെ, നിങ്ങൾക്കത് ആത്മവിശ്വാസം ഉണ്ടാക്കുന്നു. അത് ചിലപ്പോൾ വലിയൊരു പ്രശ്നമായിരുന്നിരിക്കാം, വലിയൊരു ചാലഞ്ചായിരിക്കാം, അത് മറികടക്കുകയാണ്. ആ ചാലഞ്ച് നിങ്ങൾ മറികടക്കുകയാണ്. ഓക്കെ, ആ കടമ്പ കടക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അത് കടന്ന് വിജയകരമായിട്ട് നിങ്ങൾ അപ്പുറത്തേക്ക് എത്തുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെറിറ്റി കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഓക്കെ, പിന്നെ നിങ്ങളിൽ തന്നെ ഒരു ഗ്ലോ അപ്പ് കൊണ്ടുവരുന്നതായിട്ടും, നിങ്ങൾക്ക് ഞാൻ വിജയിച്ചു എന്നൊരു തോന്നൽ ശക്തമായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ. ഓക്കെ, അതുമാത്രമല്ല യൂണിവേഴ്സ് അങ്ങനെ ഫൈനലി ആ ഒരു നീതി നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം. അപ്പോൾ അത് ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് അന്യായം സംഭവിച്ചു എന്ന് തോന്നുന്നത്, ആ മേഖലയിലാണ് യൂണിവേഴ്സ് നീതി നടപ്പാക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു വലിയ വിജയമാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന ഒരു പുതിയ തുടക്കം, ഒരു നേട്ടമാണിത്. അതുപോലെ നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രശ്നം, നിങ്ങൾ അതിൽ നിന്ന് മറികടക്കാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഏതെങ്കിലും ഒരു കണക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് മറികടക്കാനേ പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനേ പറ്റുന്നില്ല, നിങ്ങളിങ്ങനെ ആകെ പെട്ടുപോയി എന്ന് തോന്നിയിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് യൂണിവേഴ്സ് അത് വേറൊരു സൈഡിൽ നിന്ന് കാണിച്ചു തരാണ്. ഓക്കെ, ആ ഒരു നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണ് ആ ഒരു വശം ഇപ്പോൾ ഇതുവരെ. പക്ഷേ ഈ ചന്ദ്രഗ്രഹണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു വശം കൂടെ യൂണിവേഴ്സ് കാണിച്ചു തരാണ്. ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവും കൂടെ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന്റെ മുഴുവൻ വശവും മനസ്സിലാകുന്നതും മുഴുവൻ കാര്യങ്ങളും മനസ്സിലാകുന്നതും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നിങ്ങളത് ആ പ്രശ്നത്തിനെ കാണുന്ന ഒരു വ്യൂ ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ആ കാര്യം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എത്ര നാളും കൂടി ഇനി ഇതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കണം, എന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ വളരെ ശക്തമായിട്ട് കാണുന്നു. പക്ഷെ ആ ഒരു പ്രശ്നത്തിന്റെ വേറൊരു വശം നിങ്ങൾക്ക് കാണിച്ചു തരാണ് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ കാണുന്ന പോലെ മാത്രമല്ല, ഇതിന് വേറൊരു വശം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ്. ആ കാണിച്ചു തരുന്നതിലൂടെ ആ ഒരു മറുവശം കൂടെ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പ്രശ്നത്തിനെ കുറിച്ച് നിങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതും അതിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നതായിട്ടും കാണുന്നു.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ അടുത്ത ഒരു എന്താ പറയാ, നിങ്ങൾ ഈ അടുത്തൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വളരെ അടുത്ത്, ഈ നമ്മൾ ഈ റീഡിങ് കാണുന്നതിന് കുറച്ച് ദിവസം മുൻപ് അങ്ങനെ നിങ്ങൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു കാര്യത്തിൽ അതിനോട് നിങ്ങൾ അലൈൻഡ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഡിവൈൻ ടൈമിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രഗ്രഹണത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ 3D റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാണ്. നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ റിച്വലി യൂസ് ചെയ്യുന്നത് വഴി നിങ്ങളത് കൊണ്ടുവരികയാണ്. പക്ഷെ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് തടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, ആ തടുക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം അത് വരുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ്, പക്ഷെ അത് ആഗ്രഹിക്കുന്ന ആ കാര്യം നടക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ സമയം, ഓക്കെ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഈ കാര്യം നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അയ്യോ ഇത്രയും പെട്ടെന്നൊക്കെ നടക്കുമോ, ഇത് ഞാൻ അതിന് തയ്യാറായിട്ടില്ല, അങ്ങനത്തെ ഒരു തോന്നൽ വരുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു റെസിസ്റ്റന്റ് എനർജിയാണ് കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് ആ ഒരു കാര്യത്തിനായിട്ട്. അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വരുന്ന രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗുണകരമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പക്ഷെ മുഴുവനായിട്ട് അറിയില്ല, അത് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഈ ഒരു രീതിയിൽ നടക്കുന്നു എന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് വരുന്ന രീതിയിൽ അതിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കണം. അതിനൊരിക്കലും റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എഫക്ട്സ്. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രഗ്രഹണ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് അതിൻ്റെ തന്നെ എംപറർ കാർഡാണ് കിട്ടിയിരിക്കണേ. 6 of Wands. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വലിയ വിജയം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഒരു വലിയ വിജയം കാണുന്നു. നിങ്ങൾക്ക് സംബന്ധിച്ച് വളരെ നല്ലൊരു വാർത്ത നിങ്ങൾക്ക് എത്തുന്നുണ്ട്. ആ ഒരു വാർത്ത നിങ്ങളെ സംബന്ധിച്ചൊരു വിജയത്തിൻ്റെ ആ വിജയം, നിങ്ങൾ ആ ഒരു എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വിജയം, ആ ഒരു സക്സസ് അത് നിങ്ങൾ നേടിയെടുത്തു എന്നുള്ള വാർത്തയാണ് ആ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ, ഈ ഒരു വാർത്ത വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പബ്ലിക് റെക്കഗ്നിഷൻ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് പ്രശംസകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ജീവിതത്തിൽ അത് ഇനി മാറ്റം. അപ്പം ഈ ഒരു കാര്യം വരുമ്പോൾ, ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പുരോഗതിയാണെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ അതൊരുപാട് കൂട്ടുന്നുണ്ട് ഈ ഒരു കാര്യം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വളരെ നല്ലൊരു വാർത്തയാണ് തേടിയെത്തുന്നത്. അതൊരു എന്താ പറയുക, ഒരു എൽഡർ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ആ ഒരു ന്യൂസ് വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജസ്റ്റിസ്, ആ ഒരു ഫെയർനെസ്, ഈ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ന്യായമായതാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ശക്തമായിരിക്കും. ആ ഒരു സിമിലർ എനർജി എനിക്ക് ഗ്രൂപ്പ് 2-ലാന്ന് തോന്നുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സ് നീതി നടപ്പാക്കി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ശക്തമായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു വാർത്തയാണ്. ഈ നല്ല വാർത്തയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വിജയത്തിനെ കുറിച്ച്, നിങ്ങളുടെ ഒരു നേട്ടത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അത് കൊണ്ടുവരുന്നത് ഒരു മെസ്കുലിൻ എനർജിയാണ്. നിങ്ങളെക്കാൾ പ്രായമുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു എക്സ്പേർട്ട്, ഒരു ബോസ് ലെവൽ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ, ഓക്കെ, ഒരു ലീഡർ ലെവലിലിരിക്കുന്ന ഒരു വ്യക്തി, അവരിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സഹായം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ഇൻ ദ സെൻസ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറാണ്, സോൾ ഫാമിലി മെമ്പറാണ്. ഇവരുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ മുന്നേ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് കാണുന്നില്ല. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരുന്നത്, അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് നൽകാൻ ഒരു അവസരം, ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അവരെ സംബന്ധിച്ച് അതൊരു ഗിഫ്റ്റാണ്. പക്ഷെ നിങ്ങൾക്കതൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ബ്ലെസ്സിങ്, അങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുക. ഓക്കെ,
നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു നിങ്ങൾക്കൊരു അവരെക്കുറിച്ച് ചിലപ്പോൾ ചിന്തകൾ വരാം. ഓക്കെ, നിങ്ങൾ കുറേ നാളായിട്ട് കണക്ഷൻ ഇല്ലാത്തതായിരിക്കാം, പക്ഷെ അവരെക്കുറിച്ച് ശക്തമായ ചിന്തകൾ വരാം, അവരെ കോണ്ടാക്ട് ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവുക. അങ്ങനത്തെ ഒരു എനർജിയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ എനർജിയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സൈൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവർ കൊണ്ടുവരുന്ന ആ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമായിരിക്കും എന്നും കൂടെ കാണുന്നു. നിങ്ങൾ അർഹിക്കുന്നൊരു വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ആഘോഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന വിജയമാണ് നിങ്ങൾക്ക് എന്തായാലും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതൊരു നേട്ടമാണ്, ഒരു വിജയമാണ്, നിങ്ങൾക്കത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുമൂലം ഒരു ആഘോഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതെന്നൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും ഈ മാറ്റങ്ങളും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. ഓക്കെ, അപ്പം നിങ്ങളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സംഭവിക്കും, പക്ഷെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട് അത് ഇന്ന സമയത്തിനുള്ളിൽ അത് സംഭവിക്കുക എന്നുള്ളത്. ഇനിയല്ല, നിങ്ങൾക്ക് ഇതിപ്പോൾ തന്നെ നടക്കണം എന്നാണെങ്കിലും അത് പെട്ടെന്ന് നടക്കുമ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുക, സർപ്രൈസ്ഡ് ആയിരിക്കും. ഒരാഘോഷമാണ് ഇനി കണ്ടത് കേട്ടോ. അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് കാണുന്നുണ്ട്. ആ ഒരു ചാലഞ്ചിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടും കാണുന്നു. ഈ ഒരു നിങ്ങൾ പ്രതീക്ഷിച്ചത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാത്തിരിക്കണം എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ആക്ച്വലി നിങ്ങൾ അതിൻ്റെ ഫൈനൽ പോയിന്റിലാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കണം, അത് കടക്കണ ഒരു രീതിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പുറത്ത് കടന്നിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് റിയാലിറ്റിയിലേക്ക് വരുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്, ഒരു ബ്ലിസ്ഫുൾ എനർജി തരുന്ന ഒരു മാറ്റമാണത്. ഓക്കെ, ആ ഒരു കടമ്പ കടക്കുകയാണ് നിങ്ങൾ, ആ ഒരു പ്രശ്നം അതിന് പരിഹാരം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു റൊമാൻറ്റിക് എനർജി എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ഡിവൈൻ ലവ്, ഡിവൈൻ കൗണ്ടർ പാർട്ട്. എസ്പെഷ്യലി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതും ഈ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി. ഓക്കെ, നിങ്ങളുടെ ഒരു എന്താ പറയുക, കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വരിക, പ്രത്യേകിച്ച് പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യമായ വ്യത്യാസം വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വ്യക്തത ലഭിക്കുക. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതലൊരു വ്യക്തത ലഭിക്കുകയാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച്, ഈ ഒരു ഡെസ്റ്റിൻഡ് മീറ്റ്, ഓക്കെ, നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ അലൈൻഡ് ആകുകയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട്. ഒരുപക്ഷെ നേരത്തെ നമ്മളിവിടെ ഒരു കടമ്പയുടെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ കടക്കുന്നതായിട്ട്, അത് ചിലപ്പോൾ ഇത് തന്നെയായിരിക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിവാഹം നോക്കുന്നുണ്ടായിരിക്കാം, കാലങ്ങളായിട്ട് നോക്കുന്നൊന്നും ശരിയാവുന്നില്ല. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അതൊരു ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പെർഫെക്റ്റ് മാച്ച്, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തുകയാണ്, നിങ്ങൾ കണ്ടുമുട്ടുന്നു. ഓക്കെ, അങ്ങനെ
നിങ്ങളുടെ ആ ഒരു എന്താ പറയുക യൂണിയൻ സംഭവിക്കുകയാണ്. അപ്പോൾ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ ആ പെർഫെക്റ്റ് മാച്ചിനെ കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഒരു ഡെസ്റ്റിൻഡ് യൂണിയൻ ആണ് ആ സംഭവിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി അങ്ങനെയും ഒരു മെസ്സേജും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നവരത് സ്വീകരിക്കുക. ഇനി നമുക്ക് കാണുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെറിറ്റി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൂടുതൽ പണം അട്രാക്ട് ചെയ്യുന്നുണ്ട്. പണം മാത്രമല്ല, സന്തോഷവും അതുപോലെ തന്നെ കൂടുതൽ നിങ്ങൾക്ക് ഇതിലൂടെ ഈ പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ ഈ ഒരു നേട്ടം, സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം, പോയ ഒരു ആത്മവിശ്വാസവും മനോധൈര്യമൊക്കെ തിരിച്ചു കിട്ടുക. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾസ്, ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി കരകയറി നിങ്ങൾ വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, സാമ്പത്തികമായിട്ട് യാതൊരു ഞെരുക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിലേക്ക് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിൾസിൽ നിന്നൊക്കെ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ സ്റ്റേബിളായി, സെക്യൂറായി, അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു സാമ്പത്തിക സ്ഥിതി കിട്ടിയതിന് ഭാഗമായിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കുക. ഓക്കെ, അങ്ങനത്തെ ഒരു പുതിയ തുടക്കം കൂടെ കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ പണം സംബന്ധമായിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സാധ്യതയും കൂടെ ഞാൻ കാണുന്നു. ഓക്കെ, ആ ഒരു അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. ആ ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നൽകാൻ സാധിക്കുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു അവസരത്തിനെ നിങ്ങൾ ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുക, അതുമായി മുന്നോട്ട് പോകുക. ഓക്കെ, അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയോടുകൂടിയ സ്വസ്ഥമായൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണെന്നും കൂടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്